ഡൽഹിയിൽ 3 വിദ്യാർത്ഥികളുടെ മരണത്തിലേക്ക് നയിച്ചത് കോച്ചിംഗ് സെന്ററിന്റെ ഗുരുതര നിയമലംഘനമാണ്. ബേസ്മെന്റിൽ ലൈബ്രറിയായി പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. സ്റ്റോറേജ് റൂമായി പ്രവർത്തിക്കാൻ മാത്രമായിരുന്നു അനുമതി. അതേസമയം ദുരന്തം ലോക്സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കും. ഡൽഹിയിലെ അടിസ്ഥാന സൗകര്യ വികസനവും ചർച്ചയാവും. ഡൽഹിയിൽ മരിച്ച വിദ്യാർത്ഥി നെവിൻ ഡാൽവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് നാട്ടിലെത്തിക്കും. കരോൾ ബാഗിന് സമീപത്തുള്ള IAS കോച്ചിംഗ് സെന്ററിന്റെ ബേസ്മെന്റിലേക്ക് വെള്ളം ഇരച്ചെത്തിയാണ് നെവിൻ ഉൾപ്പെടെ 3 പേർ മരിച്ചത്. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരും. അർജുൻ, ഗുഡ് മോർണിംഗ്. ഈ നെവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം എപ്പോഴത്തേക്ക് നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? മാത്രമല്ല, ഇന്ന് സഭയിൽ ഇത് സംബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ ബഹളം ഉണ്ടാവുമെന്നും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടല്ലോ. അത് സംബന്ധിച്ചും എന്താണ് വിവരങ്ങൾ? മോദി, സഭയിൽ എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ച നടക്കാനാണ് ഇപ്പോൾ സാധ്യത കാണുന്നത്. കാരണം ഇതിനോടകം തന്നെ കോൺഗ്രസ് ഈ വിഷയം സഭയിൽ ഉന്നയിക്കാൻ വേണ്ടിയിട്ട്, ലോക്സഭയിൽ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നു. കോൺഗ്രസ് MP ആയിട്ടുള്ള മാണിക്യം ടാഗോറാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. സഭയുടെ ബിസിനസ് നിർത്തിവെച്ച്, പ്രത്യേകിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിർത്തിവെച്ചുകൊണ്ട് ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കാനും അത് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ളൊരു നോട്ടീസാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ IAS കോച്ചിങ് സെന്ററിലെ ദുരന്തത്തിനൊപ്പം തന്നെ ഡൽഹിയിലെ ആകെയുള്ള അടിസ്ഥാന വികസനവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ചൂണ്ടിക്കാട്ടി അതിനടക്കം ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളടക്കം ഈ സഭയിൽ ഉന്നയിച്ച് വലിയ രീതിയിലൊരു ചർച്ചയ്ക്ക് വഴിവെക്കാൻ തന്നെയാണ് നിലവിൽ എന്തായാലും കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ BJPയും വലിയ രീതിയിൽ തന്നെ ആം ആദ്മി പാർട്ടിക്കെതിരെ ആരോപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ ആരോപണം അത് നേരെ തിരിച്ച് BJPക്കെതിരെയാണ്. അവിടെ കോൺഗ്രസ് ഏത് നിലപാടെടുക്കുമെന്നുള്ള കാര്യം, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ ചർച്ച നടക്കുമെന്നുള്ള കാര്യമാണ് ഇനി അറിയാൻ വേണ്ടിയുള്ളത്. നിലവിൽ എന്തായാലും നെവിൻ്റെ മൃതദേഹം അത് 10 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷം മറ്റ് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇവിടെ നിന്ന് കൊണ്ടുപോവുക. നിലവിൽ പറഞ്ഞിരിക്കുന്നത് വൈകിട്ട് 8:30 വിമാനത്തിലേക്കായിരിക്കും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് ഇന്ന് രാത്രി ഏറെ വൈകിയായിരിക്കും നെവിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക. ഈ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി നെവിൻ്റെ ബന്ധു, അമ്മയുടെ സഹോദരൻ ഇവിടെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്, കേരള ഹൗസിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹമായിരിക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ നേതൃത്വം നൽകുക. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടിയുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിലായിരിക്കും ഇവിടെ എന്തെങ്കിലും നടക്കുക എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ കോച്ചിങ് സെന്ററിന് മുന്നിൽ, ഈ റാവൂസ് IAS കോച്ചിങ് സെന്ററിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും വിദ്യാർത്ഥികൾ തുടരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ നിയമലംഘനം, ഈ റാവൂസിൻ്റെ തന്നെ നിയമലംഘനമാണ് ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ആ ബേസ്മെന്റിൽ ക്ലാസ് മുറികളോ അല്ലെങ്കിൽ ലൈബ്രറിയോ ഒന്നും തന്നെ നടത്താനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. ആ കാര്യങ്ങളടക്കം ലംഘിച്ചുകൊണ്ടാണ് അവരവിടെ ഈ ക്ലാസ് റൂം നടത്തിയത്. നിലവിൽ ഉണ്ടായിരുന്ന ഒരു സമ്മതം എന്ന് പറയുന്നത്, അനുമതി എന്ന് പറയുന്നത്, അവിടെ പാർക്കിങ്ങിന് പുറമെ സ്റ്റോറേജ് റൂമുകൾ മാത്രം സംഘടിപ്പിച്ച് സ്റ്റോറേജ് റൂമുകൾ മാത്രം പണിത് നടത്താൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ആ നിയമങ്ങളാണ് ലംഘിച്ചുകൊണ്ട് അവിടെ ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ ലൈബ്രറിയും നടത്തിയതും വിദ്യാർത്ഥികളെ വളരെ നിയമം ലംഘിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഒരു ലൈബ്രറി അവിടെ പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്ക് ഇതിനോടൊക്കെ മനസ്സിലായി. അത് കടുത്ത നിയമ ലംഘനമാണ്.